ദ്രൗപദി തന്റെ കൊട്ടാരത്തിനടുത്തുള്ള നദിയിൽ ദിവസവും കുളിക്കുവാൻ അവളുടെ തോഴിമാരോടൊപ്പം പോകുമായിരുന്നു. എന്നാൽ അന്നേ ദിവസം ആ നദിയിൽ ഒരു മുനി കുളിക്കുന്നത് കണ്ടു. അവളും കൂട്ടുകാരും കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അന്നത്തെ ദിവസം ചൂട് കൂടുതലുള്ളതിനാൽ അധികം നേരം കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ മഹർഷിയോട് പുറത്തിറങ്ങാൻ അഭ്യർത്ഥിച്ചു. മുനി മറുപടി പറഞ്ഞു, നദീതീരത്ത് ഞാൻ സൂക്ഷിച്ചിരുന്ന എൻ്റെ വസ്ത്രങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. അതിനാൽ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ദ്രൗപദി ഒഴികെയുള്ള എല്ലാ പെൺകുട്ടികളും ചിരിക്കുവാൻ തുടങ്ങി. ദ്രൗപദി പറഞ്ഞു, ഞാൻ എൻ്റെ സാരിയുടെ ഒരു ഭാഗം വലിച്ചു കീറി നിങ്ങളുടെ നേരെ എറിയാം. അത് നിങ്ങൾ പിടിക്കുകയും അത് ധരിച്ചു പുറത്തു വരികയും ചെയ്യുക. മുനി സമ്മതിച്ചു. ദ്രൗപദി തന്റെ സാരിയുടെ ഒരു ഭാഗം കീറി മുനിയുടെ നേരെ എറിഞ്ഞു. എന്നാൽ മുനിക്കത് പിടിക്കുവാൻ കഴിഞ്ഞില്ല. നദിയുടെ ഒഴുക്കിൽ ആ തുണിക്കഷ്ണം ഒലിച്ചുപോയി. അവൾ സാരിയുടെ മറ്റൊരു ഭാഗം കീറി വീണ്ടും മഹർഷിയുടെ നേരെ എറിഞ്ഞു. എന്നാൽ മുനിക്ക് അതും പിടിക്കുവാൻ സാധിച്ചില്ല. അവൾ മൂന്നാമതും സാരിയിൽ നിന്ന് ഒരു കഷ്ണം കീറാൻ പോകുമ്പോൾ മുനി അവളെ തടഞ്ഞു. ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ സാരിയുടെ മറ്റൊരു ഭാഗം വലിച്ചു കീറിയാൽ നിങ്ങൾക്ക് സ്വയം മറയ്ക്കാൻ ഒന്നും ശേഷിക്കുകയില്ലല്ലോ. എങ്കിലും നീ എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള പെൺകുട്ടികളിൽ ഒരാളോട് നിങ്ങൾക്കൊരു തുണി ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ നിങ്ങൾ അവരോട് ചോദിച്ചില്ല. അവരാരും സഹായിക്കാനും തയ്യാറായില്ല. പകരം എല്ലാവരും എൻ്റെ അവസ്ഥയിൽ നിന്ന് വിനോദം കണ്ടെത്തുകയായിരുന്നു. എല്ലാ പെൺകുട്ടികളും ചിരി നിർത്തി സഹതാപം തോന്നി തുടങ്ങി മുനിയോട്. മുനി തുടർന്നു പറഞ്ഞു, ദ്രൗപദി, നിന്നിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അഭിമാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവൻ ഒരിക്കലും വിജയിക്കില്ല എന്നൊരു വരം ഞാൻ നൽകുന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊരു ചരിത്രമാണ്.